എവ്രിവൺ. അപ്പോൾ നമുക്ക് ബയോടെക്നോളജീൻ്റെ ആപ്ലിക്കേഷൻസ് എന്ന് പറഞ്ഞാൽ ആ ഒരു പെർട്ടിക്കുലർ ചാപ്റ്ററിൽ നിന്നുള്ളൊരു ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ നോക്കിയാലോ. ഓക്കെ, സോ ഈ ഒരു ക്വസ്റ്റ്യൻസ് ഒക്കെ പലപ്പോഴും റിപ്പീറ്റഡ് ആയിട്ട് നീറ്റ് നമ്മളോട് ചോദിച്ചുള്ള ക്വസ്റ്റ്യൻ ആണ്. നമുക്ക് ക്വസ്റ്റ്യൻ വായിച്ചു നോക്കാം. സ്റ്റേറ്റ്മെന്റ് ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് ആർ വെരി വെരി ഇമ്പോർട്ടൻറ്റ്. ഓക്കെ, സ്റ്റേറ്റ്മെന്റ് 1, ട്രാൻസ്ഫർ RNAs ആൻഡ് റൈബോസോമൽ RNA ഡു നോട്ട് ഇന്ററാക്ട് വിത്ത് mRNA. ഓക്കെ, അതാണ് സ്റ്റേറ്റ്മെന്റ് 1. സ്റ്റേറ്റ്മെന്റ് 2 എന്ന് പറയുന്നത് എന്താണ്? RNA ഇന്റർഫറൻസ് ടേക്സ് പ്ലേസ് in all eukaryotic organisms as a method of cellular defense. Okay, and then in light of the above statements, choose the most appropriate answer from the options given below. Okay, അപ്പോൾ അതായത് സ്റ്റേറ്റ്മെന്റ് 1ഉം 2ഉം കറക്റ്റ് ആണോ എന്നുള്ള കാര്യമാണ് നമ്മളിവിടെ കണ്ടുപിടിക്കുന്നത്. അപ്പോൾ സ്റ്റേറ്റ്മെന്റ് 1 നമുക്ക് വായിക്കുമ്പോൾ തന്നെ മനസ്സിലാക്കാൻ പറ്റും tRNA എങ്ങനെയാണെങ്കിലും റൈബോസോമൽ RNAയും അതുപോലെ mRNA ആയിട്ട് ഇന്ററാക്ട് ചെയ്യും അല്ലെ. നമ്മുടെ ട്രാൻസ്ലേഷൻ പ്രോസസ്സിന്റെ സമയത്ത് അല്ലെ, പ്രോട്ടീൻ സിന്തസിസിൽ നമുക്കറിയാം ഈ പറഞ്ഞ 3 RNAസും എന്താണ് അവിടെ ഇന്ററാക്ട് ചെയ്യുന്നുണ്ട് അല്ലെ. അപ്പോൾ അവിടെ സ്റ്റേറ്റ്മെന്റ് 1 എന്ന് പറയുന്നത് കംപ്ലീറ്റ്ലി തെറ്റായിട്ടുള്ളൊരു സ്റ്റേറ്റ്മെന്റ് ആണ്. ഓക്കെ, ഫൈൻ. ഇനി രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റ് എന്താണ് കൊടുത്തിരിക്കുന്നത്? RNA ഇന്റർഫറൻസ് ടേക്സ് പ്ലേസ് ഇൻ ഓൾ യൂക്കാരിയോട്ടിക് ഓർഗാനിസംസ്. അത് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ അല്ലേ? അല്ലെ, കറക്റ്റ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് അല്ലേ? യെസ്, അതായത് എല്ലാ യൂക്കാരിയോട്ടിക് ഓർഗാനിസത്തിലും നമുക്ക് കാണാൻ പറ്റുന്ന ഒരു ഡിഫൻസ് മെക്കാനിസം ആണ് ഈ പറഞ്ഞ RNA ഇന്റർഫറൻസ് എന്ന് പറയുന്നത് അല്ലെ. അപ്പോൾ ഒരു വൈറൽ ഇൻഫെക്ഷൻ ഉണ്ടാവുന്ന സമയത്ത് അവിടെ അതിന് എഗെയിൻസ്റ്റ് ആയിട്ട് അല്ലെ അവിടെ ഒരു RNA സൈലൻസിങ് ഉണ്ടാവുന്നു. അപ്പോൾ ആ ഒരു പെർട്ടിക്കുലർ പ്രോസസ്സിനെയാണ് അല്ലെങ്കിൽ ആ ഒരു പെർട്ടിക്കുലർ മെക്കാനിസത്തിനെയാണ് നമ്മൾ RNA interference എന്ന് പറയുന്നത്. അപ്പോൾ സെക്കൻഡ് സ്റ്റേറ്റ്മെന്റ് ഇസ് പെർഫെക്റ്റ്ലി കറക്റ്റ്. ഓക്കെ, അപ്പോൾ ഇവിടെ കറക്റ്റ് ആയിട്ടുള്ള ആ ഒരു ഓപ്ഷൻ ഏതാണ്? സ്റ്റേറ്റ്മെന്റ് 1 ഇസ് ഇൻകറക്റ്റ് ബട്ട് സ്റ്റേറ്റ്മെന്റ് 2 ഇസ് കറക്റ്റ്. ഏതാണ്? ബി ആണ് കറക്റ്റ് ഓപ്ഷൻ. ഓക്കെ, അപ്പോൾ ഈ സ്റ്റേറ്റ്മെന്റ് ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് നിങ്ങൾ നന്നായിട്ടൊന്ന് പ്രാക്ടീസ് ചെയ്യുക. അങ്ങനത്തെ ക്വസ്റ്റ്യൻസ് എല്ലാ വർഷവും ചോദിക്കാറുണ്ട്. അപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യൻ ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. സോ വി വിൽ മീറ്റ് അഗെയിൻ. താങ്ക് യു. ബൈ ബൈ.